എങ്ങനെയാ സാർ 4 കൊലപാതകം, അത് ഒരു വ്യത്യാസവും ഇല്ലാതെ അങ്ങനെ അച്ചടിച്ച പോലെ? ഒരു കൊലപാതകം ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ എവിഡൻസിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം മോട്ടീവാണ്. എന്തിനു വേണ്ടിയാണ് ഒരു കൊലപാതകം ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? കൊലപാതകം നമുക്ക് ചുറ്റുമുള്ള ആര് വേണമെങ്കിലും ആവാം. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന ആൾ ഒരു ചെറുപ്പക്കാരനായിരിക്കില്ല. അയാൾക്ക് കുറഞ്ഞത് 45 മുതൽ 55 വരെ വയസ്സുണ്ട്. മരിച്ചതെല്ലാം 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരാണ്. സിഗരറ്റ് വലിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും വലിക്കാൻ തോന്നുന്നില്ലേ? കൊലയാളികളും അതുപോലെ തന്നെയാണ്. കൊല ചെയ്യുന്നത് ഒരു അഡിക്ഷനാണ്. വറ്റാത്ത കിണർ പോലെ വെള്ളമെടുക്കും തോറും നിറഞ്ഞുകൊണ്ടിരിക്കും. സർ, സാറിന്റെ എക്സ്പീരിയൻസിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എക്സ്പീരിയൻസ്? സർ, ഈ കേസിൽ ആദ്യത്തെ കൊലപാതകമാണ്. കൊലയാളിയുടെ ആദ്യത്തെ കൊലപാതകം എന്തിനു വിശ്വസിക്കണം? സർ, ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ ചില സമയത്ത് കൊല ചെയ്യുന്നത് നിർത്തിയിട്ട് ഒരു 20-30 വർഷം കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കുന്ന. അതെന്തിനാ? ഡിസ്ട്രാക്ഷൻ. കൊലപാതകം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഫീലിംഗ് മറ്റെന്തെങ്കിലും നിന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിന്നോ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിർത്തിക്കാണും. അത് കിട്ടാതെ വരുന്ന സമയത്ത് വീണ്ടും അത് തുടങ്ങിക്കാണും. അതിന് 20 വർഷം പിന്നിലേക്ക് പോകണം.